മൂന്നാർ മേഖലയിൽ ഭൂമി കയ്യേറിയവരുടെ പട്ടികയിൽ മെഗാ സൂപ്പർ താരം മമ്മൂട്ടിയുണ്ടെന്ന ആരോപണം ശക്തമാകുന്നു. സോഷ്യൽ മീഡിയയിലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ വമ്പൻ ചർച്ചയായി വിഷയം മാറുകയാണ്. ഇടുക്കിയിലെ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഒരു ചലച്ചിത്ര താരത്തിന്റെ പേരുമുണ്ടെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനൊപ്പമാണ് മെഗാ താരത്തിന്റെ കയ്യേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയും സജീവമാകുന്നത്. ഇടുക്കി ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പട്ടികയിൽ മന്ത്രി എം മണിയുടെ സഹോദരപുത്രനും പാപ്പാത്തിച്ചോല കയ്യേറ്റ വിവാദത്തിൽ ഉൾപ്പെട്ട കുടുംബവുമുണ്ട്. മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം നടക്കാനിരിക്കെയാണ് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പ്രഥമ പട്ടിക പുറത്തുവന്നത്. ഇതിൽ പറയുന്ന സ്ഥലങ്ങളാകും ആദ്യം പിടിച്ചെടുക്കുകയെന്നാണ് സൂചന. 154 കയ്യേറ്റക്കാരുടെ പേരുകളും കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ അളവും ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ടോ എന്ന വിവരങ്ങളുമാണ് പട്ടികയിലുള്ളത്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ചലച്ചിത്ര താരത്തിന്റെ പേരും മംഗളം സൂചിപ്പിക്കുന്നത്. ആനവരട്ടിയിലാണ് താരത്തിന്റെ കയ്യേറ്റമെന്നാണ് മംഗളം പറയുന്നത്. ഇടുക്കി ജില്ലയിൽ എന്റെ കയ്യിലുള്ള കുറച്ച് കയ്യേറ്റ ഭൂമിയാണ്. നമ്മുടെ സബ് കളക്ടർ ബ്രോവെന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ കൊടുക്കാൻ ഒരു മടിയുമില്ല. പക്ഷെ പ്രശ്നം ഈ ഭൂമിയിലേക്ക് വരണമെങ്കിൽ മെഗാസ്റ്റാറിന്റെ ഒരു 55 ഏക്കർ ആദ്യം പിടിക്കണം. അതിന് മുൻപിൽ ഒരു CPM നേതാവിന്റെ റിസോർട്ട് പൊളിക്കണം. ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയൂ. ഇനി ഇത് കയ്യേറ്റ ഭൂമിയല്ല, കുടിയേറ്റമാണ് എന്ന് ഏതെങ്കിലും മാക്രികൾ പറഞ്ഞാൽ അമ്മച്ചിയാണേ സത്യം. ചട്ടകം ചൂടാക്കി ചന്തിക്ക് വെക്കുമെന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്നത് കയ്യേറ്റ ഭൂമി തന്നെയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുത്തിനും അത് കയറി തിരുത്താൻ വരേണ്ട. സർക്കാരിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇപ്പോൾ വേണ്ട എന്ന് വെച്ചാൽ അതുടൻ മെഗാസ്റ്റാർ കയ്യേറും. അത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്നും പ്രസ്തുത പോസ്റ്റിൽ പറയുന്നു. മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്നത് മമ്മൂട്ടിയാണ്. കരട് ടിവിയുടെ ചെയർമാനായി മമ്മൂട്ടിക്ക് CPMുമായി ബന്ധമുണ്ട്. ഈ സൂചനകളെല്ലാം വെച്ചാണ് മമ്മൂട്ടിക്കും കയ്യേറ്റത്തിൽ പങ്കുണ്ടെന്ന ചർച്ച സജീവമാകുന്നത്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ മമ്മൂട്ടി പ്രതികരിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രിക്ക് കൈമാറിയ പട്ടിക ഔദ്യോഗികമായി പുറത്തു വന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു. മൂന്നാറിൽ മമ്മൂട്ടിക്ക് ഭൂമിയുണ്ടെന്നതായിരുന്നു അത്. എന്നാൽ ഇത് നടൻ നിഷേധിച്ചിരുന്നു. തനിക്ക് കേരളത്തിൽ ഒരിടത്തും നിയമവിരുദ്ധമായ ഭൂമിയില്ലെന്നായിരുന്നു മമ്മൂട്ടി അറിയിച്ചത്. തന്റെ അറിവില്ലാതെ അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഭൂമി തിരിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന മൂന്നാർ ഓപ്പറേഷൻ കാലത്തായിരുന്നു ഈ വിവാദം ഉയർന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ പ്രതികരണത്തോടെ അത് അവസാനിക്കുകയും ചെയ്തു. ഇതിന് സമാനമായ ആരോപണമാണ് റിസോർട്ടിന്റെ ചിത്രം സഹിതം മെഗാസ്റ്റാറിന്റെ കയ്യേറ്റം എന്ന പേരിൽ മമ്മൂട്ടിക്കെതിരെ വീണ്ടും ചർച്ചയാക്കുന്നത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്.